എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് അഗെയിൻ വെൽക്കം. ഇത്രയും ദിവസം എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ട എല്ലാവർക്കും എൻ്റെ വലിയ താങ്ക്സ്. അപ്പം ഇന്ന് നമ്മൾ എന്താ സംസാരിക്കുന്നത്, നമ്മളെ മാനിഫെസ്റ്റേഷൻ ജേണിയിലെ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റിയിട്ട് നമുക്കെങ്ങനെ മോർ മാനിഫെസ്റ്റ് ചെയ്യാം, ഹൗ ടു ചേഞ്ച് അവർ സെൽഫ് ഇമേജ്. നമ്മളിത് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ബിലീവ് ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ സെൽഫ് ബിലീഫ്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കുറേ പൈസ സമ്പാദിക്കണം, കുറേ മണി ഉണ്ടാക്കണം, ഇതാണ് നിങ്ങളെ ആഗ്രഹം. പക്ഷേ കറണ്ട് റിയാലിറ്റിയിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ പൈസ വരുന്നില്ല, ഒരു ബ്ലോക്ക് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കറണ്ട് അറ്റ് ദ മൊമെൻറ്റ് ഒന്നും നടക്കുന്നില്ല, കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ റിച്ചാണ്, അല്ലെങ്കിൽ സമ്പന്നനാണ്, വെൽത്തി ആണെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസ നമ്മുടെ കയ്യിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കീ പ്രിൻസിപ്പിൾ എന്താണെന്നറിയോ? അതാണ് ലോ ഓഫ് അബൻഡൻസ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതലുണ്ട് എന്ന് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, എന്താണോ നമുക്ക് തോന്നുന്നത്, ആ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് മോർ ആൻഡ് വന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ പറയുന്നില്ലേ, ഈ പൈസ ഉള്ള ആൾക്കാരെ കയ്യിൽ തന്നെയാണ് പൈസ വരുന്നത്, പാവങ്ങളെന്നും പാവങ്ങളെന്ന് എന്ന് നമ്മൾ പറയുന്നില്ലേ. അതിൻ്റെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ ഇതാണ്. അതായത് എന്താണോ നിങ്ങൾക്ക് കുറേ ഉണ്ട് എന്ന് വിചാരിക്കുന്നത്, അത് വിൽ കം ബാക്ക്. നിങ്ങൾക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ് നിങ്ങൾക്കുള്ളത്, കൂടുതലായിട്ടുള്ളത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ ഇല്ല എന്നുള്ള തോന്നലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളതെങ്കിൽ അതിന് സമാനമായിട്ട് ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ ഇവിടെയാണ് നമ്മുടെ സെൽഫ് ഇമേജിൻ്റെ പവർ കിടക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന സെൽഫ് ഇമേജിൻ്റെ ടൈപ്പ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ സെൽഫ് ഇമേജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പം നമുക്കൊരു സ്കാസിറ്റി മോഡാണ്, അതായത് നമുക്കൊന്നും കിട്ടുന്നില്ല, നമുക്ക് എപ്പോഴും ബ്ലോക്കാണ്, തടസ്സങ്ങളാണെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ അപ്പോൾ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ മെയിനായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും അഫർമേഷൻസ് പറയുകയും ചെയ്യുകയാണ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ടെക്നിക്ക് നമ്മൾ ഓൾറെഡി മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും ഈ അഫർമേഷൻസ് പറയുകയും ചെയ്യുന്നത് രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എണീക്കുമ്പോഴാണ് ഏറ്റവും നല്ല സമയം. കാരണം ആ സമയത്ത് നമ്മളെ ബ്രെയിൻ വേവ്സ് വളരെ സ്ലോ പേസിലായിരിക്കും. ആ സമയമാണ് നമുക്ക് നമ്മളെ തോട്ട്സിനെ റീവയർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള സമയം. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റാ വേവിലായിരിക്കും. അപ്പം ആ ഒരു ഓട്ടോ പൈലറ്റിലുള്ള കാര്യങ്ങളാണ് മോർ നടക്കുക. അപ്പം നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് മോർണിംഗ് ആൻഡ് കിടക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ലൈക്ക് ദാറ്റ് യു ആർ ഓൾറെഡി അബണ്ടൻറ്റ് വാട്ട് എവർ ഏരിയ. ഞാൻ മണി മാത്രമല്ല പറയുന്നത്, എന്ത് ഏരിയ ആവാം, നമുക്ക് സ്നേഹമാവാം, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമാവാം. എന്താണ് നിങ്ങൾക്ക് തടസ്സം ഫീൽ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് എന്ന് ആലോചിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ. സോ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റം കണ്ടില്ലെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പം നമ്മളെ ബ്രെയിൻ റിയലാണ്, നമ്മൾ തിങ്ക് ചെയ്യുന്ന സാധനം റിയലാണ് എന്നുള്ള ഒരു പേയും. അപ്പം നമ്മൾ ഈ സ്കാർസിറ്റി ബ്ലോക്ക് മോഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരികയും ചെയ്യും. അതേപോലെ തന്നെ അഫർമേഷൻ, നമ്മൾ കീപ്പ് അഫർമേഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വിഷ്വലൈസേഷൻ എക്സസൈസും അതിൻ്റെ കൂടെ അഫർമേഷൻസ്, അതായത് ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ, ഐ ആം വെൽത്തി, ഇങ്ങനെ നമ്മൾ പറയുമ്പം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ സ്റ്റാർട്ട് ടു ബിലീവ് വി ആർ ഓൾ ഓഫ് ദിസ്. നമ്മളെ
ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. അപ്പം അതിന് സമാനമായിട്ടുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും. അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് എഴുതുകയും ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റായി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈവൻ ദോ നമ്മൾ ബിലീവ് ചെയ്യുന്നില്ല നമ്മൾ എഴുതുന്ന കാര്യങ്ങളെങ്കിലും കൺസിസ്റ്റൻ്റായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് ടു ബിലീവ് വാട്ട് എവർ വി ആർ റൈറ്റിംഗ് ഈസ് ട്രൂ. പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റാൻ പറ്റുമെങ്കിൽ എന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കോടീശ്വരന്മാരായിക്കൂടെ, എല്ലാവർക്കും അവർ വിചാരിച്ച കാര്യങ്ങൾ കൊണ്ടുവന്നൂടെ, ഈ നമ്മൾ ലോകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിൻ്റെ ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മൾ റിയാലിറ്റി ഒരു മിറർ പോലെയാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഈ മിററിന് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുന്ന നമ്മളെ റിഫ്ലക്ഷനില്ലേ, അതിനൊരു ഡിലേ ഉണ്ടല്ലേ. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കാണിക്കുന്ന സാധനം പെട്ടെന്ന് റിഫ്ലക്റ്റ് ബാക്ക് വരില്ല. ദാറ്റ് ഇസ് എ ഡിലേ ടു ഗെറ്റ് വാട്ട് യു വാണ്ട്, റൈറ്റ്? ആ ഡിലേ it can be like it can be very fast and it can take some time also. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന ഈ whatever visualization or affirmation writing or believing in this system needs a lot of patience and consistency. അപ്പം ഇതൊന്നും നടക്കൂല എന്ന് പറയുന്ന, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ മേ ബി ഒരു കൺസിസ്റ്റൻ്റായി ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്ത് ഇതിൽ കംപ്ലീറ്റ് ട്രസ്റ്റോടുകൂടി കൺസിസ്റ്റൻ്റായി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അത് ചെയ്യാൻ മോശത്തെ ആൾക്കാർക്കും കഴിയില്ല. എന്നിട്ട് പറയും ഇത് നടക്കൂല എന്നുള്ള കാര്യം. പക്ഷേ 100% ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് എനിത്തിങ്. ഇതെല്ലാം പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളെ ബിലീഫില്ലേ, നിങ്ങൾക്ക് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. നമ്മളിതും മുമ്പ് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഇനഫ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഇതൊന്നും എന്നുള്ള ആ ബിലീഫ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് ഗുണം കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണ്, അതായത് ഞാൻ എക്സാം ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ച് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കും. പക്ഷേ നമ്മളെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഐ ഡോണ്ട് തിങ്ക് ഞാൻ എല്ലാ ചാപ്റ്ററും എല്ലാം കവർ ചെയ്തിരിക്കും, എനിക്ക് തോന്നുന്നില്ല ഞാനിത് പാസ്സാവുമെന്ന്, കാരണം ഇനിയും മോർ കവർ ചെയ്യാനുണ്ട് എന്ന്. ഈവൻ ദോ യു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്, നിങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ more chances that you won't pass that exam. ഇത് പറയുമ്പോൾ ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ശരിക്കും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളെ റിയാലിറ്റി ആവുക. നമ്മൾ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ നോക്ക്, നമ്മളൊരു വളരെ മൂഡിയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തരം ഇൻസെക്യൂരിറ്റി ഉണ്ട്, ലൈക്ക് ആൾക്കാർക്കൊന്നും ഇന്നെ ഇഷ്ടമില്ലാതെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വാക്കെടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ലെൻസോട് കൂടിയാണ് നമ്മൾ അവരുടെ കമൻറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുമോ ഈ പീപ്പിളിനൊന്നും യാതൊരു ഡോണ്ട് ഈവൻ കെയർ എന്ന് തോന്നും അല്ലേ. പക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും മേ ബി അത് തന്നെ ആവണമെന്ന് പോലും ഇല്ല, നമുക്ക് അറിയ പോലും ചെയ്യില്ല അവരെന്താ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിലെ ബിലീഫിൻ്റെ, നമ്മളെ തോന്നലിൻ്റെ ലെൻസ് വെച്ചാണ് നമ്മൾ മോശത്തെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള മൂഡാണ്, നമ്മൾ ചെയർഫുൾ ആയിട്ടുള്ള മൂഡാണെങ്കിൽ മേ ബി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കമൻറ്റ് ചിലപ്പോൾ നമ്മളെ ബാധിച്ചെന്ന് വരില്ല, കാരണം നമ്മൾ അന്നേരം അങ്ങനെ ചിന്തിക്കില്ല. ലൈഫിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളെ മൂഡ് എങ്ങനെയാണ് നിങ്ങളെ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളെ ബാധിക്കുന്നതെന്നുള്ള കാര്യം. പണ്ട് നാട്ടിൽ നമ്മൾ പറയുന്നില്ലേ, എന്തായാലും മഞ്ഞപ്പിത്തം ബാധിച്ചവനെല്ലാം മഞ്ഞായിട്ടേ തോന്നുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും പോസിബിളാണ്. എല്ലാ അനുഭവങ്ങളും, നിങ്ങൾക്ക് സന്തോഷമുള്ള അനുഭവം, നിങ്ങൾക്ക് സങ്കടം വരുന്ന അനുഭവം, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാജഡി വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യം, എല്ലാം പോസിബിളാണ്. എവറിത്തിങ് ഈസ് പോസിബിൾ. നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു,
നിങ്ങളുടെ മൈൻഡിൽ എന്താണ്, നിങ്ങൾ എന്ത് ചൂസ് ചെയ്യാൻ തയ്യാറാവുന്നത്, അതാണ് നിങ്ങളുടെ റിയാലിറ്റി. സോ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇമേജ് എന്താണെന്ന് തിരിച്ചറിയുകയും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റാനും നിങ്ങൾ ശ്രമിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. ഓക്കെ, ബൈ നൗ.